अल्हम्दुलिल्लाहि रब्बिल आलमीन नहमदुहु व नस्तईनुहु व नस्तगफिरुहु व नु'मिनु बिही व नतवक्कलु अलैहि व नऊज़ु बिल्लाहि तआला मिन शुरूरि अनफुसिना व मिन सय्यिआति अअमालिना मन यहदिहिल्लाहु फला मुदिल्ल लहु व मन युद्लिल फला हादिय लहु व नशहदु अन ला इलाहा इल्लल्लाहु वहदहु ला शरीका लहु ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم ونفسي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا صدق الله العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ആദരണീയരായ സഹോദരന്മാരെ സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ പരിശുദ്ധ ദീനനുസരിച്ച് ജീവിക്കുവാൻ നാം ഓരോരുത്തരെയും ആദ്യമായി വസിയത്ത് ചെയ്തുകൊള്ളുന്നു. കഴിഞ്ഞ 2 ഖുതുബകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചും റിസാലത്തിനെ സംബന്ധിച്ചുമാണ് നാം വിശദീകരിച്ചത്. പ്രവാചകൻ്റെ അത്ഭുതകരമായ വ്യക്തിത്വം, അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ നാം ബാധ്യസ്ഥരാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജനനവും ജീവിതവും മരണവും വഫാത്തും ഏറെ സവിശേഷത നിറഞ്ഞ ഒരുപാട് ഗുണപാഠങ്ങൾ നൽകുന്ന ഒന്നാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചെറുപ്പകാലം വളരെ ദുരിതപൂർണമായിരുന്നു. അശദ്ദുൽ യതീം, കടുത്ത ഏറ്റവും ശക്തമായ അനാഥത്വത്തിലാണ് റസൂലുള്ള ജീവിതം ആരംഭിച്ചത്. അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹം ജനിക്കുന്നതിന് മുമ്പ് തന്നെ മരിച്ചിട്ടുണ്ട്. ഒരാളുടെ ഏറ്റവും വലിയ അനാഥത്വം എന്ന് പറയുന്നത് ഉമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കെ അനാഥരാകുന്നതാണ്. ഉമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കെ അള്ളാഹുവിൻ്റെ റസൂല് അനാഥനായി. പിന്നീട് റസൂലുള്ളാഹിനെ പ്രസവിച്ചതിന് ശേഷം മുലയൂട്ടി വളർത്താൻ വേണ്ടി വന്ന സ്ത്രീകൾ ആ അനാഥ കുഞ്ഞിനെ മാത്രം എടുക്കാൻ താല്പര്യം കാണിച്ചില്ല. കാരണം അവർക്ക് വേണ്ടത് പണവും മറ്റുമൊക്കെയാണ്. ഒരനാഥ പയ്യനെ മുലയൂട്ടിയാൽ ഒന്നും കിട്ടില്ലെന്ന ധാരണയിൽ അവസാനമാണ് ഖലീമ ബേബി മറ്റു കുട്ടികളെ കിട്ടാതെ വന്നപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ കുഞ്ഞിനെ മുലയൂട്ടാൻ എടുക്കുന്നത്. പിന്നീട് നമുക്ക് കാണാൻ കഴിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 6 വയസ്സുള്ളപ്പോൾ, അനാഥനായി 6 കൊല്ലം വളർന്നു. 6 വയസ്സുള്ളപ്പോൾ ഉമ്മയോടൊപ്പം യാത്ര ചെയ്തു. വഹബ എന്ന പ്രദേശത്തെത്തിയപ്പോൾ ബന്ധപ്പെട്ട കുടുംബക്കാരെയൊക്കെ കണ്ട് മടങ്ങി വരുമ്പോൾ ആ മടക്കത്തിലെ ആകെ ഉമ്മയും ഒരു വേലക്കാരിയും ഈ കുഞ്ഞും മാത്രമേ ഉള്ളൂ, മറ്റൊരാളും ഇല്ല. വഴിക്ക് വെച്ച ആ ഉമ്മയും മരണപ്പെടുകയാണ്. ബന്ധുക്കളാരും തൻ്റെ കൂടെയില്ല. ഉമ്മയുടെ മരണം നേരിൽ കണ്ട് ഉമ്മയെ മരിപ്പിക്കുന്നത് 6 വയസ്സുള്ള ആ കുട്ടിയാണ്. ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും,
ആമിന ബീവിയെ മറവ് ചെയ്ത ഖബറിങ്കൽ ഇരുന്നു കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ ഒരുപാട് കരയുന്നുണ്ട്. ആ കുട്ടി കരഞ്ഞ് അവസാനം ആ വേലക്കാരി സ്ത്രീ കുട്ടിയെ നിർബന്ധപൂർവ്വം പിടിച്ചു കൊണ്ടുവരികയാണ്. മക്കയിലെത്തുമ്പോഴാണ് മക്കാരും കുടുംബക്കാരും വിവരമറിയുന്നത്. എവിടെ എൻ്റെ ആമിന എന്ന് അബ്ദുൽ മുത്തലിബ് ചോദിക്കുമ്പോൾ ഉമ്മയുടെ മരണവിവരം ഈ 6 വയസ്സുള്ള കുട്ടിയാണ് അറിയിക്കുന്നത്. ഉമ്മ മരിച്ചു. അബ്ദുൽ മുത്തലിബ് ആ കുഞ്ഞിനെ ഏറ്റെടുത്തു. പക്ഷേ 2 വർഷമേ അബ്ദുൽ മുത്തലിബും ജീവിച്ചുള്ളൂ. 8-ാം വയസ്സിൽ വല്യപ്പയും മരിച്ചു, പൂർണ്ണ അനാഥനായി. പിന്നെ അദ്ദേഹത്തെ ഏറ്റെടുക്കുന്നത് മൂത്താപ്പ അബൂതാലിബാണ്. അബൂതാലിബ് പ്രാരാബ്ധക്കാരനും മക്കളൊരുപാടുള്ള ആളും സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന ആളുമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കുഞ്ഞിനെ കൂടി ഏറ്റെടുത്തപ്പോൾ വല്ലാത്ത പ്രയാസമായി. അവസാനം 8-ാമത്തെ വയസ്സിൽ ഏറ്റെടുത്തെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ റസൂല് അബൂതാലിബിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, മൂത്താപ്പ ഞാൻ പണിക്ക് പോയിക്കോട്ടെ, ജോലിക്ക് പോയിക്കോട്ടെ. നമ്മളെ മുത്തു റസൂലിൻ്റെ ഒരു ചരിത്രം ഇങ്ങനെയെന്ന് നമ്മൾ പഠിക്കണം. അബൂതാലിബ് ചോദിച്ചു, മോനെ നിനക്ക് എന്ത് പണിയെടുക്കാനാണ്? ഞാൻ ആട്ടിനെ മേച്ചോളാം. അങ്ങനെ ആട്ടിനെ മേക്കാൻ പോവുകയാണ് 8 വയസ്സുള്ള റസൂല്. പിന്നീട് ആ റസൂലിൻ്റെ ജീവിതത്തിലൊക്കെയും പരീക്ഷണങ്ങളാണ്. റസൂലായപ്പോൾ ഇസ്ലാമിൻ്റെ മർദ്ദന പീഡനങ്ങളും എതിർപ്പുകളും. 7 മക്കൾ ജനിച്ചെങ്കിലും 6 മക്കളും ജീവിച്ചിരിക്കാൻ മരിച്ചു എന്ന് മാത്രമല്ല, 6 മക്കളുടെയും മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെച്ചത് അള്ളാഹുവിൻ്റെ റസൂലാണ്. തനിക്ക് ജനിച്ച 6 മക്കളെ, 7 മക്കളിൽ 6 മക്കളുടെ ഖബർ മയ്യത്തും. അതിൽ ചിലർ ചെറുപ്പത്തിലാണ്, ചിലർ കല്യാണം കഴിച്ചതിന് ശേഷമാണ്. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ 2 ഭാര്യമാർ നബിയുടെ മക്കളായിരുന്നു. ആ 2 പേരുടെയും മരണം റസൂലുള്ള കാണേണ്ടി വന്നു. അതൊക്കെ ഈ 20കളുടെ താഴെ പ്രായത്തിലാണ് അതൊക്കെയും മരിക്കുന്നത്. അള്ളാഹിൻ്റെ റസൂൽ വഫാത്താകുമ്പോൾ ആകെ ജീവിച്ചിരുന്നത് ഫാത്തിമ റളിയല്ലാഹു അൻഹ മാത്രമാണ്. അവ റസൂലിൻ്റെ ജീവിതം തന്നെ കടുത്ത പരീക്ഷണത്തിലായിരുന്നു. അഷ്റഫുൽ ഹൽക്കാണെന്ന നിലക്ക് വാരിക്കോരി കൊടുക്കില്ല, പരീക്ഷണങ്ങൾ നിറഞ്ഞതായിരുന്നു റസൂലുള്ളാഹിയുടെ ജീവിതം. റസൂലുള്ളാഹിയുടെ മരണം വഫാത്ത് പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യാറില്ല. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹിയുടെ വഫാത്തും വലിയ പാഠങ്ങൾ നൽകുന്ന ഒന്നാണ്. അള്ളാഹിൻ്റെ റസൂലും വഫാത്താകുന്നത് റബീഉൽ അവ്വൽ 12-നാണ് എന്ന കാര്യത്തിൽ ഇസ്ലാമിക പണ്ഡിതന്മാർ ഏകോപിച്ചിട്ടുണ്ട്. ഒരു തർക്കവുമില്ലാത്ത കാര്യമാണ്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ വഫാത്തും കഠിന രോഗം ബാധിച്ചുകൊണ്ടാണ്. നേരത്തെ ഖൈബറിലെ ജൂത സ്ത്രീ നൽകിയ വിഷം കഴിച്ചതിൻ്റെ ചെറിയ അംശങ്ങൾ റസൂലിൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു. അതിൻ്റെ വേദനകൾ അള്ളാഹിൻ്റെ റസൂൽ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്. മരണം റസൂലുള്ള വഫാത്താകുന്നത് പല ലക്ഷണങ്ങളിലൂടെയും തെളിഞ്ഞു വന്നിരുന്നു. നേരത്തെ തന്നെ അത് വ്യക്തമായിക്കൊണ്ടിരുന്നു. അള്ളാഹുവിൻ്റെ റസൂല് ഹജ്ജ് ഒരൊറ്റ ഹജ്ജാണ് നിർവഹിച്ചത്. ആ ഹജ്ജിനെ ഹജ്ജത്തുൽ വിടവാങ്ങൽ ഹജ്ജായി തന്നെ പരിഗണിച്ചിരുന്നു. അള്ളാഹുവിൻ്റെ റസൂല് ഹജ്ജ് ചെയ്യുന്ന വേളയിൽ ആളുകളെ വിളിച്ച് പറഞ്ഞു, ഖുദൂ അന്നീ മനാസിക്കക്കും ഫഇന്നീ ലാ അദ്രീ ലഅല്ലീ ലാ അഹുജ്ജു ബഅദ ആമി ഹാദാ. എന്നിൽ നിന്ന് ഹജ്ജിൻ്റെ ഖുദൂ അന്നീ മനാസിക്കക്കും, ഹജ്ജിൻ്റെ ചടങ്ങുകളൊക്കെ നിങ്ങൾ എന്നിൽ നിന്ന് പഠിച്ചെടുക്കണം. ഫഇന്നീ ലാ അദ്രീ ലഅല്ലീ ലാ അഹുജ്ജു ബഅദ ആമി ഹാദാ. ഒരു പക്ഷേ ഈ കൊല്ലത്തിന് ശേഷം ഞാൻ നിങ്ങളുടെ കൂടെ ഇനി ഹജ്ജിനുണ്ടാവുകയില്ല. ഒരു പക്ഷേ ഞാനിനി ജീവിച്ചിരിക്കില്ല. വേറെ റിപ്പോർട്ട് പ്രകാരം എന്നെ നിങ്ങൾക്ക് ഇനി കണ്ടുമുട്ടാൻ കഴിയില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം ഹജ്ജിൻ്റെ മനാസിക്കുകൾ പഠിക്കണം എന്ന് റസൂൽ പറയുകയുണ്ടായി. എന്ന് മാത്രമല്ല, ആ ഹജ്ജ് വേളയിലാണ് വിശുദ്ധ ഖുർആൻ അവതീർണമായത്. ആ വിശുദ്ധ ഖുർആനിൽ നിന്നും വളരെ കൃത്യമായി തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഈ ദീനിനെ നിങ്ങൾക്കിതാ തൃപ്തിപ്പെട്ട ദീനായി അംഗീകരിച്ചിരിക്കുന്നു, ദീൻ പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആയത്ത് വളരെ കൃത്യമായി അവതരിപ്പിച്ചു. ആ സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ഈ ആയത്ത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് റസൂലിൻ്റെ വേർപാടിനെ സൂചിപ്പിക്കുന്നത് പോലെ ഉണ്ടല്ലോ എന്നായിരുന്നു. അവിടുന്ന് തൊട്ടടുത്ത് തന്നെ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ
ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ എന്ന സൂറത്ത് ഒരർത്ഥത്തിൽ വിശ്വാസികളെ സന്തോഷിപ്പിക്കുന്ന സൂറത്തായിരുന്നു. അള്ളാഹുവിൻ്റെ സഹായം വന്നെത്തുമ്പോൾ ആളുകൾ കൂട്ടത്തോടു കൂടി ഇസ്ലാമിലേക്ക് വരും. പിന്നീട് കാണാൻ കഴിയുന്നത് ആളുകൾ ഇസ്ലാമിലേക്ക് കൂട്ടത്തോടു കൂടി വരുന്നത് തന്നെയായിരുന്നു. പക്ഷേ അവിടെ റസൂലിന് കൊടുത്ത നിർദ്ദേശം, ഇനി താങ്കൾ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടും തഹ്മീദ് ചെയ്തുകൊണ്ടുമൊക്കെ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ വസ്തഗ്ഫിർഹു, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടും കഴിച്ചു കൂട്ടണമെന്ന നിർദ്ദേശമായിരുന്നു. ഈ സൂറത്തിനെ വളരെ വ്യക്തമായും അള്ളാഹിൻ്റെ റസൂലിൻ്റെ വിടവാങ്ങൽ വ്യക്തമാക്കുന്നതായി ഈ ഹദീസിലും ഈ സൂറത്തിലൂടെയും നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എല്ലാ വർഷവും ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് വിശുദ്ധ ഖുർആനിനെ മുഴുവനായി പാരായണം ചെയ്തു കൊടുക്കുമായിരുന്നു. പക്ഷേ അവസാനത്തെ വർഷം എത്തിയപ്പോൾ, അവസാനത്തെ റമദാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ജിബ്രീൽ അലൈഹിസ്സലാം 2 തവണ ഖുർആൻ പൂർണ്ണമായി ഓതിക്കൊടുത്തു. അത് അള്ളാഹിൻ്റെ റസൂല് വിടവാങ്ങുന്നു എന്നതിൻ്റെ ലക്ഷണമായി വിശദീകരിക്കപ്പെട്ടു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി എല്ലാ റമദാനിലും അവസാനത്തെ 10 ദിവസം, റമദാനിൻ്റെ അവസാനത്തെ 10 ദിവസം ഇഅ്തികാഫിരിക്കുമായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവസാനത്തെ റമദാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി 20 ദിവസം ഇഅ്തികാഫിരുന്നു. കാരണം ഇതൊരു പക്ഷേ എൻ്റെ അവസാനത്തെ റമദാനായിരിക്കുമെന്ന് റസൂൽ പ്രതീക്ഷിച്ചിരുന്നു. അതുപോലെ തന്നെ ആശൂറ നോമ്പുകൾ നോക്കുന്നതിനോടനുബന്ധിച്ച് റസൂല് പറഞ്ഞു, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള സൂചനയിൽ പറഞ്ഞു, ഞാൻ 9-ന്റെ താസ്വാ നോമ്പും ഞാൻ നോൽക്കുമെന്ന് സൂചിപ്പിച്ചിരുന്നു. ഇങ്ങനെ ഒരുപാട് അടയാളങ്ങളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വഫാത്താകുന്നതിനെ കുറിച്ച സൂചനകൾ വന്നിരുന്നു എന്നതാണ് പറയപ്പെടുന്നത്. എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് കഴിഞ്ഞ്, ദുൽഹജ്ജിന്റെ ആ ഹജ്ജ് കഴിഞ്ഞ് മദീനയിലേക്ക് എത്തിച്ചേർന്നു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ജന്നത്തുൽ ബഖീയിൽ ഇടയ്ക്ക് പോകുന്നതായി കാണാൻ സാധിക്കും. മദീനയിലെ ഏറ്റവും വലിയ ഖബർസ്ഥാനാണ് ജന്നത്തുൽ ബഖീ. ജന്നത്തുൽ ബഖീയിൽ പോയിരുന്ന് നബി ധാരാളമായി കരയുകയും ധാരാളമായി പ്രാർത്ഥിക്കുകയും തൻ്റെ മുൻ സുഹൃത്തുക്കളായ തൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന സഹാബാക്കളിൽ ജീവൻ വെടിഞ്ഞവരും ഷഹീദായവരുടെയും ഒക്കെ ഖബറുകൾ സന്ദർശിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഉഹുദിൻ്റെ രണാങ്കണത്തിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പോയിട്ട് ഉഹുദിൻ്റെ രക്തസാക്ഷികളെ കാണുമായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ജീവിതം ഏതാണ്ട് അവസാനിക്കുന്ന ലക്ഷണത്തിലേക്ക് എത്തുകയാണ്. അതിനിടയ്ക്ക് ഒരു സ്വഹാബി വഫാത്താവുകയാണ്. സ്വഹാബി മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മയ്യത്ത് കബറടക്കുന്നതുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ജന്നത്തുൽ ബഖീലെത്തുന്നു. ആ സന്ദർഭത്തിൽ ആൾ മറമാടി തൻ്റെ ഈന്തപ്പനക്കമ്പ് താഴ്ത്തി കുത്തുന്നത് വരെ ആ സന്ദർഭത്തിൽ അള്ളാഹിൻ്റെ റസൂല് പൊട്ടിക്കരയുന്നുണ്ട്. എന്നിട്ട് റസൂല് പറഞ്ഞു, വത്തഖു അദാബൽ ഖബർ, വത്തഖു അദാബൽ ഖബർ, ഖബറിൻ്റെ ശിക്ഷയെ നിങ്ങൾ സൂക്ഷിക്കണം, ഖബറിൻ്റെ ശിക്ഷ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് റസൂൽ ആവർത്തിച്ച് പറഞ്ഞു. പക്ഷേ എഴുന്നേറ്റ റസൂലിന് വല്ലാത്തൊരു വ്യത്യാസം കണ്ടു. നോക്കുമ്പോൾ അള്ളാഹിൻ്റെ റസൂല് കടുത്ത പനി ബാധിച്ചിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വല്ലാത്ത പനി ബാധിച്ച്, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ സഹാബാക്കളെ തൊട്ടടുത്തുള്ള അഫ്സാ റളിയല്ലാഹുവിൻ്റെ ഹുജറയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. അവിടെ എത്തിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ആദ്യമായി ചോദിച്ചത്, നാളെ ആ ദിവസം കഴിച്ചുകൂട്ടി പിറ്റേ ദിവസം എൻ്റെ അടുത്ത ഊഴം ഏത് ഭാര്യയുടെ കൂടെയാണ് ചോദിക്കുന്നു. നബിയുടെ ഭാര്യമാരൊക്കെ കൂടി ചേർന്നുകൊണ്ട് പറഞ്ഞു, ആയിഷ റളിയല്ലാഹുവിൻ്റെ ഹുജറയിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എത്തുന്നു. അത് ഏതാണ്ട് ബുധനാഴ്ച ദിവസമാണ്. വ്യാഴാഴ്ച ദിവസം എത്തി. റബീഉൽ അവ്വലിൻ്റെ 10 ആദ്യത്തെ കഴിഞ്ഞുള്ള രണ്ടാമത്തെ വ്യാഴാഴ്ച ദിവസം എത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പനിയും അസുഖവും കൂടുകയാണ്. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി സഹാബാക്കളെ കൂടെ തന്നെ സന്ദർശിക്കാൻ വന്നവരെയും മറ്റുമൊക്കെ ഉപദേശിച്ചു. ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഹിം മസാജിദ. അല്ലാഹു സുബ്ഹാനഹു വ തആല യഹൂദ ക്രൈസ്തവ വിഭാഗങ്ങളെ ശപിച്ചു. കാരണം അവർ അവരുടെ അമ്പിയാക്കന്മാരുടെ കബറുകളെ മസ്ജിദുകളാക്കി മാറ്റി എന്നായിരുന്നു. എന്നോട് റസൂല് പറഞ്ഞു, ലാ തജ്അൽ ഖബരി, എൻ്റെ ഖബറിനെ നിങ്ങൾ അങ്ങനെ ആക്കരുത്. വീണ്ടും അള്ളാഹിൻ്റെ റസൂല് ആകാശത്തെ കൈയുയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദ, അല്ലാഹുവേ എൻ്റെ ഖബറിനെ നിങ്ങൾ ഉത്സവ സ്ഥലമാക്കി മാറ്റരുതേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു.
അതിനുശേഷം പരിപാലിച്ചെങ്കിലും വിഷമം സഹിച്ചുകൊണ്ട് അദ്ദേഹം അൻസാറുകളെയും മുഹാജിറുകളെയും പ്രത്യേകം അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കപ്പെടണം. നിങ്ങളെ എല്ലാവരും രണ്ടു കൂട്ടരും മഹത്വമുള്ളവരാണ്. മുഹാജിറുകളെ വിളിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, മുഹാജിറുകൾ ഒരുപാട് ത്യാഗം സഹിച്ചവരാണ്. ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ മുശ്രിക്കുകളുടെ മർദ്ദന പീഡനങ്ങളും എതിർപ്പുകളും ഒരുപാട് സഹിച്ചവരാണ്. അവരുടെ കൂട്ടത്തിൽ ചുട്ടുപടുത്ത മണലാരണത്തിലൂടെ വലിച്ചടക്കപ്പെട്ടവരുണ്ട്, കുന്തം കൊണ്ട് കുത്തി കൊലപ്പെടുത്തപ്പെട്ടവരുണ്ട്, ഏത് പ്രതികൂല സാഹചര്യത്തിലും അഹദ് അഹദ് എന്ന് പറഞ്ഞവരുണ്ട്, ഇസ്ലാമിനെ മുറുകെ പിടിച്ചവരുണ്ട്. അതുകൊണ്ട് മുഹാജിറുകളെ നിങ്ങൾ പരിഗണിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി. അതിനുശേഷം അൻസാറുകൾ അഭിസംബോധന ചെയ്തുകൊണ്ട് റസൂൽ പറഞ്ഞു, ഈ അൻസാറുകളാണ് എല്ലാ ഇസ്ലാമിനെയും സഹായിച്ചത്. അവരുടെ വീടുകൾ അവർ പകുത്തു നൽകി, ഇണകളെപ്പോലും പകുത്തു നൽകി, സമ്പത്ത് പോലും നൽകി. അൻസാറുകളെയും നിങ്ങൾ പരിഗണിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലേക്ക് എത്തിയതിനു ശേഷം സഹാബാക്കളോട് ചെറിയ പ്രസംഗത്തിൽ തന്നെ ഇത് പറഞ്ഞുകൊണ്ട് വീണ്ടും പറയുകയാണ്, ആർക്കെങ്കിലും ഞാൻ വല്ല വേദനയും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രയാസം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പ്രതികാരം ചോദിക്കാം. ഞാൻ ആരോടെങ്കിലും എന്തെങ്കിലും കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതെന്നോട് ചോദിക്കാം. ഒരു സഹാബി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, റസൂലെ 3 ദിർഹം എന്നോട് മേടിച്ചിട്ടുണ്ട്. എനിക്ക് 3 ദിർഹമിൻ്റെ ആവശ്യമുണ്ടായിട്ടല്ല, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ആഗ്രഹം സഫലമാക്കാൻ, എനിക്കത് വലിയ അവാർഡായി സ്വീകരിക്കാൻ എനിക്ക് 3 ദിർഹം തരണം. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ചൂണ്ടിയിട്ട് അല്ലാഹുവിൻ്റെ റസൂല് അത് കൊടുക്കാൻ വേണ്ടി പറയുന്നു. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു, നിങ്ങളുടെ അടിമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ചോയ്സ് അന്വേഷിക്കാൻ നൽകി. ഒരടിമയെ അല്ലാഹു സ്വർഗം പരലോകം വേണോ അതല്ല ദുനിയാവ് വേണോ എന്ന് ചോദിച്ചു. ആ അടിമ പരലോകം വേണമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. പക്ഷേ ഒരു പള്ളിയുടെ മൂലയിലിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു. എന്താണ് അബൂബക്കറെ പൊട്ടിക്കരയുന്നത് എന്ന് സഹാബക്കൾ ചോദിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ അടിമ അല്ലാഹുവിൻ്റെ റസൂലാണ്, ആ അടിമ അല്ലാഹുവിൻ്റെ റസൂലാണ്. അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന് അവർ പറയുകയാണ്. റസൂലുള്ള പനി ബാധിച്ചെങ്കിലും വീട്ടിലേക്ക് എത്തി. പിറ്റത്തെ ദിവസം വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് അസുഖം കൂടുതലാണ്. അദ്ദേഹം എങ്ങനെയെങ്കിലും ഏങ്ങി വലിഞ്ഞ് പള്ളിയിലേക്ക് എത്തി. ജുമാ നമസ്കാരത്തിൽ പങ്കെടുത്തു. തൻ്റെ അവസാനത്തെ ജുമാക്ക് അദ്ദേഹം മിമ്പറിൽ കയറി വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഖുത്ബ നിർവഹിച്ചു. അദ്ദേഹം പറഞ്ഞു, എല്ലാവരുടെയും രക്തത്തിൻ്റെയും മാനത്തിൻ്റെയും വില നിങ്ങൾ പരിഗണിക്കണം, എല്ലാ മനുഷ്യരെയും ഒരുപോലെ നിങ്ങൾ പരിഗണിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞു. അതിനുശേഷം ജുമാ കഴിഞ്ഞ് മഗ്രിബിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പള്ളിയിലേക്ക് എത്തുകയാണ്. പള്ളിയിൽ അന്ന് അദ്ദേഹം നമസ്കാരത്തിൽ പാരായണം ചെയ്തത് വറുൽ മുർസലാത്ത് എന്ന സൂറത്താണ്. വറുൽ മുർസലാത്ത് ഉർഫ. ആ സൂറത്തിൽ മഹാന്മാരായ അമ്പിയാക്കന്മാർക്ക് അല്ലാഹു തആല നൽകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇശാ നമസ്കാരത്തിൻ്റെ നേരത്തെത്തിയപ്പോൾ, മഗ്രിബ് കഴിഞ്ഞു ഇശാക്കെത്തിയപ്പോൾ അല്ലാഹുവിൻ്റെ റസൂലിനെ എഴുന്നേൽക്കാൻ വയ്യ. റസൂലിന് വേദന കൂടുകയാണ്, റസൂലിന് പ്രയാസം. ഉറക്കത്തിലേക്കും അബോധാവസ്ഥയിലേക്കും അല്ലാഹുവിൻ്റെ റസൂല് ഇടക്കിടക്ക് നീങ്ങുന്നുണ്ട്. ഈ അബോധാവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി കുറേശ്ശെ ബോധം തെളിയുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട്, ആയിഷ നിങ്ങൾ ഇശ നിസ്കരിച്ചോ? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇല്ല റസൂലേ, ഇശ നിസ്കരിച്ചിട്ടില്ല. ആളുകൾ താങ്കളെ കാത്തിരിക്കുകയാണ്, ആളുകൾ താങ്കളെ കാത്തിരിക്കുകയാണ്. വീണ്ടും റസൂൽ ചെറുതായി മയങ്ങും. വീണ്ടും ഉണരുമ്പോൾ അദ്ദേഹം വീണ്ടും ചോദിക്കും, ഇശ നമസ്കരിച്ചോ ആയിഷ? ഇല്ല, ആളുകൾ താങ്കളെ കാത്തിരിക്കുകയാണ്. 3-4 തവണ ഇത് ആവർത്തിക്കുകയാണ്. ഇശ നമസ്കരിച്ചോ എന്ന് റസൂലുള്ള ചോദിക്കുന്നു. ഇല്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു. താങ്കളെ കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയാണ്, നമസ്കരിക്കാൻ അബൂബക്കറിനോട് നേതൃത്വം കൊടുക്കാൻ പറയണം. അബൂബക്കർ നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കട്ടെ. ആദ്യമായി റസൂലുള്ളാഹിക്ക് നമസ്കരിക്കാൻ നേതൃത്വം കൊടുക്കാൻ കഴിയാതെ വരുന്ന സന്ദർഭം വെള്ളിയാഴ്ച രാത്രി ഇശാ നമസ്കാരത്തിന്റെ നേരത്തെ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനോട് പറഞ്ഞു, റസൂലെ, ഉപ്പാക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയില്ല, ഉപ്പ കരച്ചിലുകാരനാണ്, അദ്ദേഹം വല്ലാതെ കരഞ്ഞവശനാകും. ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും റസൂലിന് ബദലായി നിന്നുകൊണ്ട് നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ എൻ്റെ ഉപ്പ കരഞ്ഞു പോകും. റസൂൽ വീണ്ടും പറഞ്ഞു, ആയിഷ അബൂബക്കർ ഇമാമത്ത് നിൽക്കട്ടെ. വീണ്ടും അബോധാവസ്ഥയിൽ വീണ്ടും പറയും, ആയിഷ അബൂബക്കർ ഇമാമത്ത് നിൽക്കട്ടെ. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാമത്ത് നിൽക്കുകയാണ്. ഇമാമത്ത് നിന്നുകൊണ്ട് നമസ്കാരം നിർവഹിക്കുന്നു. ശനിയാഴ്ച ദിവസമെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ചെറിയ ആശ്വാസം തോന്നിയതുപോലെ തോന്നി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അബൂ അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെയും തോളത്ത് തൂങ്ങിക്കൊണ്ട് പള്ളിയിലേക്ക് കാലുകൾ വലിച്ച് റസൂലുള്ള ചെന്നു. അബൂബക്കർ സിദ്ദീഖ് നിൽക്കുന്ന ഇമാമത്തിന്റെ തൊട്ട് വശത്ത്
ഇടതുവശത്ത് തന്നെ നിർത്താൻ വേണ്ടി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഒരു ഘടനയിൽ നിന്നുകൊണ്ട് നമസ്കാരം നിർവഹിച്ചു. വിശ്വാസികൾ കാതുകൂർപ്പിച്ച് റസൂൽ പാരായണം ചെയ്യുന്നത് ശ്രമിക്കുകയായിരുന്നു. ആ ദിവസം ഏതാണ്ടൊക്കെ അങ്ങനെ നമസ്കാരം നിർവഹിച്ച് കഴിച്ചുകൂട്ടി. പക്ഷേ ഞായർ ദിവസം എത്തിയപ്പോൾ, അടുത്ത ദിവസം എത്തിയപ്പോൾ റസൂലിൻ്റെ ചൂട് കഠിനമായി. റസൂലുള്ളാഹിക്ക് പിന്നീട് പള്ളിയിലേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയായി. അദ്ദേഹം ദുഹറിൻ്റെ സമയത്ത് തൻ്റെ ജനാലയിലൂടെ വിശ്വാസികൾ നമസ്കരിക്കുന്നത് നോക്കി. ഹദീസ് ഗ്രന്ഥങ്ങളിലും തഫ്സീറുകളിലും വളരെ കാര്യമായി എഴുതുന്നു, അല്ലാഹുവിൻ്റെ റസൂല് അന്ന് ചിരിച്ചു. തബസ്സമ വയദ്ഹക്, അള്ളാഹിൻ്റെ റസൂല് ചെറുതായിട്ടൊന്ന് പുഞ്ചിരിച്ചു. അള്ളാഹിൻ്റെ റസൂല് ചിരിച്ചു. ആ അവസാനമായ റസൂലിൻ്റെ ചിരിയും പുഞ്ചിരിയും അപ്പോഴാണ് വിശ്വാസികൾ നമസ്കരിക്കുന്നത് കണ്ടപ്പോൾ, കൂട്ടത്തോടുകൂടി വിശ്വാസികൾ നമസ്കരിക്കുന്നത് കണ്ടപ്പോൾ 23 വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റവും മോശമായ ജനപദമായിരുന്ന ഒരു സമൂഹത്തെ ചരിത്രത്തിൻ്റെ താളുകളിൽ ഉയർത്തി അവരുന്നതമായൊരു സമൂഹമായി അവർ ഇസ്ലാമിൻ്റെ നേതൃത്വത്തിൽ, അബൂബക്കർ സിദ്ദീഖിൻ്റെ നേതൃത്വത്തിൽ നമസ്കരിക്കുന്നത് ജനാലയിലൂടെ നോക്കിക്കണ്ടപ്പോൾ കാരുണ്യത്തിൻ്റെ റസൂല് ചിരിച്ചുപോയി. റസൂല് സന്തോഷിച്ചു പോയി. അവരിൽ ഇന്ന് തിന്മകളില്ല, അവരിൽ ഇന്ന് അധാർമികതകളില്ല. അവരേറ്റവും ഉയർന്ന ഒരു സമൂഹമായി മാറിയിരിക്കുന്നു. ഒരു നേതാവിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് നമസ്കരിക്കുന്ന രംഗം അള്ളാന്റെ റസൂൽ ഓർക്കുകയാണ്. എന്തായിരുന്നു കഴിഞ്ഞ 23 വർഷക്കാലം നടന്നത്? ചരിത്രത്തിലെ ഏറ്റവും മോശമായ ഒരു ജനപദത്തെ ലോകത്തിൻ്റെ നേതാക്കളും വിധേതാക്കളും നായകന്മാരുമാക്കി മാറ്റിയ ഇസ്ലാമിൻ്റെ നായകൻ തൻ്റെ ജനാലയിലൂടെ അത് നോക്കിക്കാണുന്ന രംഗം റസൂലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവമായിരുന്നു. അള്ളാന്റെ റസൂല് ചിരിക്കുകയും റസൂല് പുഞ്ചിരിക്കുകയും ചെയ്തു. എന്ന് മാത്രമല്ല, അള്ളാന്റെ റസൂല് പിന്നീട് തൻ്റെ പക്കലുണ്ടായിരുന്ന 7 ദീനാർ റസൂലുള്ള ദാനം ചെയ്തു. മാത്രമല്ല, ഒരടിമയെ മോചിപ്പിച്ചു. മാത്രമല്ല, തൻ്റെ രാത്രി ഇരുട്ടാറായപ്പോൾ വിളക്ക് കത്തിക്കാൻ വെളിച്ചമില്ലാതെ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ആയിഷ റളിയല്ലാഹു അൻഹയോട് തൻ്റെ പടച്ചട്ട ഒരു ജൂതൻ്റെ കയ്യിൽ കൊടുക്കാനും അത് പണയം വെക്കാനും അല്പം കാശ് വാങ്ങി എണ്ണ വാങ്ങി കത്തിക്കാനും പറഞ്ഞു. അങ്ങനെ പടയെങ്കി റസൂലുള്ളാഹിയുടെ പടച്ചട്ട ആ ജൂതൻ്റെ കയ്യിൽ കൊടുത്ത് അവസാനം കുറച്ച് പൈസ വാങ്ങി, എന്നിട്ട് അള്ളാഹുവിൻ്റെ എണ്ണ വാങ്ങി വീട് വെളിച്ചമുണ്ടാക്കുകയും ചെയ്തു. ആ രാത്രിയും അങ്ങനെ കഴിച്ചുകൂട്ടി. തിങ്കളാഴ്ച ദിവസം എത്തി. സഹാബാക്കളൊക്കെ ഈ ചുറ്റും കൂടി. 10,000-കണക്കിന് സഹാബാക്കൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വീടിൻ്റെ ചുറ്റും നിൽക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ റൂമിൽ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ആയിഷ റളിയല്ലാഹുവിൻ്റെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ്. കഠിനമായ ചൂട് വന്നപ്പോൾ അല്ലാഹുവിൻ്റെ റസൂല് നിർദ്ദേശിച്ചതനുസരിച്ച് ഏതാനും കിണറുകളിലെ വെള്ളം കൊണ്ടുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിലൂടെ ഒടിച്ചു നോക്കി. എന്നിട്ടും പനിക്കൊരു കുറവും വരുന്നില്ല. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഫാത്തിമ റളിയല്ലാഹു അൻഹ, കബദി, എൻ്റെ കരളിൻ്റെ കഷണമാണ് എൻ്റെ ഫാത്തിമ, എൻ്റെ കരളിൻ്റെ കഷണമാണ് എൻ്റെ ഫാത്തിമ എന്ന് പറഞ്ഞ തൻ്റെ മകൾ ഫാത്തിമയെ വിളിപ്പിച്ചു. ഫാത്തിമ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അടുക്കലേക്ക് എത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമയെ കെട്ടിപ്പിടിച്ചു, വാരിപ്പുണർന്നു, കവിളത്തുമ്മ കൊടുത്തു, എന്നിട്ട് ചെവിയിൽ മന്ത്രിച്ചു. എന്തോ മന്ത്രിക്കുന്നത് കേട്ടപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ പൊട്ടി കരഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വീണ്ടും ചേർത്ത് പിടിച്ചു. എന്നിട്ട് ചെവിയിൽ വേറെന്തോ മന്ത്രിച്ചു. അത് കേട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹ ചിരിക്കുകയും ചെയ്തു. ചുറ്റും നിന്നവർ ചോദിച്ചു, എന്താ ഫാത്തിമ റസൂലുള്ള താങ്കളോട് പറഞ്ഞത്? എന്താ റസൂലുള്ള പറഞ്ഞത് ഫാത്തിമ? അന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാൻ അല്ലാഹുവിലേക്ക് മടങ്ങുകയാണ് എന്നാണ് ഉപ്പ പറഞ്ഞത്. അതാ ഞാൻ പൊട്ടിക്കരഞ്ഞത്. രണ്ടാമതെന്നെ ഉപ്പ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, എന്നോടൊപ്പം എൻ്റെ കുടുംബത്തിൽ നിന്ന് ആദ്യം എന്നോട് ചേരുക, കബദി, എൻ്റെ കരളിൻ്റെ കഷണമായ ഫാത്തിമ നീ ആയിരിക്കും. അത് കേട്ടപ്പോഴാണ് ഞാൻ ചിരിച്ചത്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ സാക്ഷി നിർത്തി പറഞ്ഞു, യാ ഫാത്തിമ സല്ലി മിനൽ മാൽ അൻകിനി നഫ്സിക മിനൻ നാർ വലാ ഉനി അൻക മിനല്ലാഹി ശൈആ. എൻ്റെ പ്രിയപ്പെട്ട മോളെ, എന്തെങ്കിലും ഉപ്പാടയിലുണ്ടെങ്കിൽ തരാ, പക്ഷേ നിന്നെ നരകത്തിൽ നിന്ന് കാക്കുന്ന കാര്യം എൻ്റെ പ്രിയപ്പെട്ട മോളെ നീ നോക്കണം. ഈ വാപ്പാക്ക് നിന്നെ നരകത്തിൽ നിന്ന് രക്ഷിക്കാനാകില്ല. ലോകത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത ഏറ്റവും വലിയ വൈകാരികമായ ഉപദേശമായിരുന്നു, പ്രിയപ്പെട്ട മോളെ, ഉപ്പാക്ക് അശറഫുൽ ഖൽഖിനെ നിന്നെ നരകത്തിൽ നിന്ന് രക്ഷിക്കാനാകില്ല. നിന്നെ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ നിനക്ക് മാത്രമേ കഴിയൂ. ഫാത്തിമ റളിയല്ലാഹു അൻഹയെ അല്ലാഹുവിന്റെ റസൂൽ ഉപദേശിച്ചു. വീണ്ടും റസൂല്
കുടുംബത്തിലെ ഓരോരുത്തരെയും വിളിച്ചു വരുത്തുകയാണ്. ഹസൻ ഹുസൈൻ 2 കുട്ടികളുണ്ട്. ആ 2 കുട്ടികളെ തനിക്ക് തൻ്റെ ആൺമക്കളൊക്കെയും ചെറുപ്പത്തിൽ മരിച്ചു പോയപ്പോൾ അവരുടെ സങ്കടം തീർത്തത് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ 2 ആൺകുട്ടികളാണ്. ആ ആൺകുട്ടികളെ റസൂൽ അതിലേറ്റ് സ്നേഹിച്ചിട്ടുണ്ട്. അവർ നമസ്കരിക്കുമ്പോൾ പുറത്തു വന്നിരുന്നപ്പോൾ അവർക്ക് വേദനിക്കാതിരിക്കുമാറ് നമസ്കാരം റസൂൽ നീട്ടിയിട്ടുണ്ട്. അവർ വീട്ടിൽ നിന്ന് ഈന്തപ്പനയുടെ തടുക്കുകളിലൂടെ പള്ളിയിൽ പ്രവേശിച്ച് റസൂലുള്ള ഖുത്ബ നിർവഹിക്കുമ്പോൾ ആ കുട്ടികൾ വന്നപ്പോൾ മിമ്പറിൽ നിറങ്ങി റസൂൽ ആ 2 കുട്ടികളെയും എടുത്തുകൊണ്ട് മിമ്പറിലിരുന്ന് ഖുത്ബ നിർവഹിച്ചിട്ടുണ്ട്. മിമ്പറിൽ ഖുത്ബ നിർവഹിക്കുന്നതിനിടയ്ക്ക് കുട്ടികൾ ഉമ്മ വെക്കുമ്പോൾ അവരെ ശല്യപ്പെടുത്തിയിട്ടില്ല. ആ 2 കുട്ടികളെയും റസൂല് വല്ലാതെ വാരിപ്പുണർന്നു. ആ മരണത്തിന്റെ ഘട്ടത്തിൽ, വഫാത്തിന്റെ ഘട്ടത്തിൽ ആ കുട്ടികളുടെ കവിളത്ത് ഞാൻ ഉമ്മ വെച്ചു, ഒരുപാട് ഉമ്മ വെച്ചു. ആ റസൂൽ അത് കഴിഞ്ഞതിന് ശേഷം തൻ്റെ ഓരോ ഭാര്യമാരോടും വിട ചോദിച്ചു. അവസാനം വീണ്ടും ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ കിടക്കുന്ന റസൂല് ആയിഷ റളിയല്ലാഹു അൻഹയോട് അന്ത്യവസിയത്തുകൾ കൊടുക്കുകയായി. അസ്സലാത്തു വസ്സലാത്തു വമാ മലക്കത്ത് അയ്മാനുക്കും. ആയിഷ, നമസ്കാരം നിങ്ങളെ ഉടമപ്പെടുത്തിയ അടിമകൾ, ഈ 2 കാര്യത്തിലും നിങ്ങൾ അശ്രദ്ധരാകരുത്. നമസ്കാരത്തിന്റെ കാര്യത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ അന്ത്യവസിയത്ത് വരികയാണ്. നമസ്കാരത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും അശ്രദ്ധരാകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമസ്കാരം ഉപേക്ഷിക്കുന്നവൻ ദാഹിച്ചു വലഞ്ഞവനെ പോലെയായിരിക്കും മരിക്കുക. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ടല്ലോ, ഏറ്റവും മോശമായ മരണം പേപ്പട്ടി ബാധിച്ച മരണമാണ്. ഉമിനീര് കറക്കാൻ വെള്ളം കുടിക്കാൻ കഴിയാത്ത മരണം. അതുപോലെ ദാഹിച്ചു വരഞ്ഞ മരണമായിരിക്കും നമസ്കാരത്തിന്റെ കാര്യത്തിൽ അശ്രദ്ധ കാണിച്ചവർക്ക്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അവസാനം അല്ലാഹു തആല പരലോകത്ത് ആദ്യമായി വിചാരണക്കെടുക്കുന്നത് നമസ്കാരമായിരിക്കും. അതുകൊണ്ട് നമസ്കാരത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും അശ്രദ്ധരാകരുത് എന്ന് ഉപദേശിച്ചു. അതുപോലെ നിങ്ങളെ വലങ്കൈ ഉടമപ്പെടുത്തിയ അടിമകളുടെ കാര്യത്തിലും നിങ്ങൾ ഒരിക്കലും അശ്രദ്ധരാകരുത്. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ആയിഷയോട്, ആ ജൂത സ്ത്രീ നൽകിയ വിഷം എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. ഏറ്റവും കടുത്ത വേദന ഞാനാണ് അനുഭവിക്കുന്നത്. ഏറ്റവും കടുത്ത വേദന അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് അല്ലാഹുവിന്റെ റസൂൽ അവസാനം വിടവാങ്ങുകയാണ്. ഏതാണ്ട് ദുഹറിന്റെ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ വിടവാങ്ങി. ആളുകളൊക്കെ കൂടി നിൽക്കുന്നതിനിടയ്ക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ വഫാത്ത് ഉറപ്പിക്കുകയാണ്. ഒരു വിവരവും കിട്ടാതെ വന്ന ഉമർ റളിയല്ലാഹു അൻഹു വന്ന് നോക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ നിശ്ചലമായി കിടക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു പുറത്തിറങ്ങിക്കൊണ്ട് വീണ്ടും ഗൗരവത്തോടു കൂടി പറഞ്ഞു, മാമാത്ത റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ മരിച്ചിട്ടില്ല, അല്ലാഹുവിന്റെ റസൂൽ മരിക്കില്ല. നീ ആരെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ മരിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ അവന്റെ തല വെട്ടും, ഞാൻ അവന്റെ കൈ വെട്ടും. ആരെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി എന്ന് പറഞ്ഞാൽ ഞാൻ അവന്റെ കാല് വെട്ടും. അല്ലാഹുവിന്റെ റസൂൽ മരിക്കില്ല. ഈ മൂസാ നബി അലൈഹിസ്സലാം തൗറാത്ത് വാങ്ങാൻ പോയതുപോലെ അല്ലാഹുവിന്റെ റസൂല് അല്ലാഹുവിലേക്ക് പോയതാണ്, തിരിച്ചു വരും. വിശ്വാസികൾക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആ സന്ദർഭത്തിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് പറഞ്ഞു, ഉമറിനടക്കം ശാന്തരാക്കിക്കൊണ്ട് പറഞ്ഞു, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ അഫഇൻ മാത ഔ ഖുതില ഇൻഖലബതും അലാ അഖാമിക്കും. സൂറത്ത് ഉഹദ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അവതീർണമായ ഒരു ആയത്തായിരുന്നു ഖുർആനിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഉഹദ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു, വധിക്കപ്പെട്ടു എന്ന കിംവദന്തി പരത്തിയപ്പോൾ അല്ലാഹു തആല വിശ്വാസികളോട് ചോദിച്ചതാണ്, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ, മുഹമ്മദ് ഒരു പ്രവാചകനല്ലാതെ മറ്റാരുമല്ല. ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ, അദ്ദേഹത്തിന് മുമ്പും ഒരുപാട് പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അദ്ദേഹം മരിക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്താൽ നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയോ. അതുകൊണ്ട് റസൂൽ വധിക്കപ്പെടാം, മരിക്കാം. ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തൂൻ, താങ്കളും മരിക്കും, അവരും മരിക്കും, എല്ലാവരും മരിക്കും. ഈ ആയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓതുകയാണ്. അത് ഓതുമ്പോൾ അങ്ങനെ ഒരായത്ത് ഖുർആനിലുണ്ട് എന്ന് ഒരുപാട് അറിയാമെങ്കിലും ഞാൻ ചിന്തിച്ചില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ് പൊട്ടിക്കരഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹു പോലുള്ളവർ വല്ലാതിരിക്കുകയാണ്. അന്നാണ് മദീന കരഞ്ഞത്, അന്നാണ് ലോകം കരഞ്ഞത്. ആ പകലന്ന് കരച്ചിലിന്റെ ലോകമായിരുന്നു. ഉഹുദിൽ അന്ന് കരഞ്ഞിട്ടില്ല ആരും, ഖന്തഖിലാരും കരഞ്ഞിട്ടില്ല, ബദറിലാരും കരഞ്ഞിട്ടില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ജനങ്ങൾ കരഞ്ഞത് അല്ലാഹുവിന്റെ റസൂൽ മരിച്ചു എന്ന്, വഫാത്തായി എന്നറിഞ്ഞപ്പോഴാണ്. മാത്രമല്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരോട് ചോദിച്ചു, വമൻ യഅ്ബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്,
വമൻ യഅ്ബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്. ആരെങ്കിലും മുഹമ്മദ് നബിയെയാണ് ഇബാദത്ത് ചെയ്തതെങ്കിൽ മുഹമ്മദ് നബി ദാ വഫാത്തായിരിക്കുന്നു. അതല്ല അല്ലാഹുവിനെയാണ് ഇബാദത്ത് ചെയ്തതെങ്കിൽ അല്ലാഹു തആല എന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അവനും മരിക്കാത്തവനാണ്. ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ വഫാത്ത് ഇസ്ലാമിക സമൂഹത്തെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അറിയിക്കുകയാണ്. പിന്നീട് തിങ്കളാഴ്ച വഫാത്തായ റസൂലിനെ ഇസ്ലാമിക നേതൃത്വത്തെ തെരഞ്ഞെടുക്കുകയും അവസാനം ബുധനാഴ്ച ദിവസമാണ് മറവ് ചെയ്യുകയും ചെയ്യുന്നത്. അതുപോലും പിന്നീട് നേതാവിനെ തെരഞ്ഞെടുത്തതിന് ശേഷമാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ആ ജീവിതത്തെയും അദ്ദേഹം നൽകിയ സന്ദേശത്തെയും നമ്മൾ ശരിക്കും ഉൾക്കൊള്ളേണ്ടതുണ്ട്. മരണത്തിൻ്റെ വേളകളിൽ പോലും വഫാത്തിൻ്റെ ഘട്ടങ്ങളിൽ പോലും അദ്ദേഹം ചെയ്ത ഉപദേശങ്ങൾ നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ടതുണ്ട്. വളരെ കൃത്യമായ ചില ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഒരിക്കലും ശിർക്കിലേക്കും ബിദ്അത്തിലേക്കും നിങ്ങൾ പോകരുത് എന്ന് റസൂൽ ഉപദേശിച്ചു. അതുകൊണ്ടാണ് പറഞ്ഞത് ലാ തജ്അൽ ഖബരി ഈദാ, എൻ്റെ ഖബറിൽ നിങ്ങൾ ഉത്സവ സ്ഥലമാക്കി മാറ്റരുത്. ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഹിം മസാജിദ. യഹൂദ ക്രൈസ്തവ വിഭാഗങ്ങളെ അല്ലാഹു ശപിക്കാൻ കാരണം അവർ അമ്പിയാക്കന്മാരുടെ ഖബറുകളെ പള്ളികളാക്കി മാറ്റിയതിൻ്റെ പേരിലാണ് എന്നാണ് അവിടെ പറഞ്ഞത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മുഹാജിറുകളെയും അൻസാറുകളെയും ഇരുത്തിക്കൊണ്ട് അവരുടെ വിലപ്പെട്ട സേവനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഐക്യത്തോടും സ്നേഹത്തോടും ഒത്തൊരുമയോടും കൂടി നിൽക്കാൻ അല്ലാഹുവിന്റെ റസൂൽ ഉപദേശിച്ചു. മുസ്ലിം സമുദായം റബീഉൽ അവ്വൽ ആഘോഷിക്കുമ്പോൾ ഐക്യത്തിന്റെ കാര്യം മറന്നു പോകാൻ പാടില്ല. അവർ ഭദ്രമായി ഒന്നിച്ച് കോട്ടയായി കാന്നഹും ബുന്യാനും മർസൂസ് ഒറ്റക്കെട്ടായി നിൽക്കുന്ന കാര്യം ആലോചിക്കണം. അതുപോലെ തന്നെ അവസാനത്തിൽ പോലും അല്ലാഹുവിന്റെ റസൂൽ ഉപദേശിച്ചത് തൻ്റെ മരണവേളയിൽ തൻ്റെ വഫാത്തിന്റെ വേളയിലും ഹക്കുകൾ നിവർത്തിക്കാനാണ്. ആരോടെങ്കിലും അവകാശങ്ങൾ ഉണ്ടെങ്കിൽ നിവർത്തിക്കാനാണ്, പ്രശ്നങ്ങളുണ്ടെങ്കിൽ പ്രയാസങ്ങളുണ്ടെങ്കിൽ പൊരുത്തപ്പെടിക്കാനാണ്. നമ്മൾ ആരും ഇങ്ങനെ ധരിക്കരുത് മരിച്ചാൻ്റെ മോനിന് കയറി നിന്നിട്ട് ആൾക്കാരോട് പറഞ്ഞോളും ഇപ്പോൾ വല്ല കാശും തരാനുണ്ടെങ്കിൽ ഞാൻ തരാം, ഇപ്പം ആരോടെങ്കിലും വേണ്ടാത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ പൊരുത്തു കൊടുക്കണം എന്നതിലേക്ക് നീട്ടിവെക്കാൻ പാടില്ല. ഞാൻ നിങ്ങളും മരിക്കുന്നതിന് മുമ്പ് ആ പ്രശ്നങ്ങൾ തീർക്കാൻ കഴിയണം. ആരുടെയും അവകാശങ്ങൾ കവർന്നിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിച്ചു കൊടുക്കാൻ കഴിയണം. നമ്മുടെ ഇടപാടുകൾ സുതാര്യമാക്കി തീർക്കണം, കടബാധ്യതകൾ തീർക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇതൊക്കെയും ഈ റസൂൽ പഠിപ്പിച്ച കാര്യങ്ങളിൽ പെട്ടതാണ്. അതിനുശേഷം അല്ലാഹുവിന്റെ റസൂൽ ഉപദേശിച്ച ഏറ്റവും ശക്തമായൊരു ഉപദേശം നമസ്കാരത്തിന്റെ കാര്യത്തിലാണ്. നമസ്കാരത്തിന്റെ കാര്യത്തിൽ ആ നമസ്കാരത്തിൽ അശ്രദ്ധരാകരുത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഒടുക്കത്തെ ഉപദേശമാണ്, അവസാനത്തെ ഉപദേശമാണ്. നമസ്കാരം ഒരു കാരണവശാലും വിട്ടുപോകാൻ പാടില്ല. നിങ്ങളെ വലം കൈ ഉടമപ്പെടുത്തിയ അടിമകൾ, പാവങ്ങൾ, കഷ്ടപ്പെടുന്നവർ, അവരുടെ കാര്യത്തിൽ നിങ്ങൾ അശ്രദ്ധരാകാൻ പാടില്ല. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ലോകത്തോട് നന്മകൾ വിതരണം ചെയ്തുകൊണ്ട് വലിയ സന്ദേശം നൽകിക്കൊണ്ടാണ് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ലോകത്തോട് വിടവാങ്ങിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേസമയം നിങ്ങൾ നോക്കിയേ, റസൂലല്ലാത്ത ചില ആളുകൾ, ലോകത്ത് പുതിയ അധികാരികൾ, അവരൊന്നും മരിച്ചിട്ട് ലോകത്തൊരു ചുക്കും നടന്നിട്ടില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ഫിറഔൻ മരിച്ചതിൻ്റെ പേരിൽ ആരെങ്കിലും കരഞ്ഞോ? നമ്രൂദ് മരിച്ചിട്ട് ആരെങ്കിലും കരഞ്ഞോ? എന്തിന് ഹിറ്റ്ലർ മരിച്ചിട്ട് മുസോളിനി ഇവരൊക്കെ മരിച്ചിട്ട് എത്ര ദയനീയമായ മരണങ്ങളായിരുന്നു. കം തറകൂ ഫീ ജന്നാത്തിൻ വഉയൂൻ വസുറൂഇൻ വമഖാമിൻ കരീം വനഅ്മത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ കദാലിക ഔറസ്നാ ഖൗമൻ ആഖരീൻ ഫമാ ബഖത് അലൈഹിം സ്സമാഉ വൽ അർദ് വമാ കാനൂ മുൻദരീൻ. ഒരാകാശവും കരഞ്ഞിട്ടില്ല, ഒരു ഭൂമിയും കരഞ്ഞില്ല അവർക്ക് വേണ്ടി. എത്ര വലിയ കോട്ടകത്തളങ്ങളും വലിയ വലിയ ലോകങ്ങൾ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ഇന്നും ഹൃദയത്തിൻ്റെ ഉള്ളിൽ അല്ലാഹുവിന്റെ റസൂലിനെ നമ്മൾ സ്നേഹിക്കുകയാണ്. ആ റസൂലിനെ കണ്ടുമുട്ടാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. ആ റസൂൽ ലോകത്തിന് വെച്ചു പോയത് വലിയ വലിയ മെസ്സേജുകളാണ്, വലിയ സന്ദേശമാണ്. അദ്ദേഹത്തിൻ്റെ സമ്പൂർണ്ണ ജീവിതവും ലോകാവസാനം വരെ ഇരിക്കുന്ന ജനങ്ങൾക്കൊക്കെയും മാതൃകയാണ്. അതുകൊണ്ട് നമ്മൾ തീരുമാനിക്കണം, മുഹമ്മദ് റസൂലുള്ളയുടെ സുന്നത്തിനെ സ്വീകരിക്കാൻ, മുഹമ്മദ് റസൂലുള്ള കൊണ്ടുവന്ന ദീനിനെ സ്വീകരിക്കാൻ, മുഹമ്മദ് റസൂലുള്ളയെ നാളെ പരലോകത്ത് കണ്ടുമുട്ടാൻ നമ്മൾ ആഗ്രഹിക്കണം. അങ്ങനെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ജീവിത മാതൃകയെ ഉൾക്കൊള്ളുക, അതായിരിക്കണം യഥാർത്ഥത്തിൽ നമ്മുടെ മുഖ്യ ലക്ഷ്യം. ഈ കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിനെ അംഗീകരിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.